ഒരു പുരുഷൻ്റെ ഏറ്റവും വലിയ സങ്കടം പ്രണയവേദനയല്ല, വിരഹവേദനയും അല്ല. ഒരു പക്ഷേ അതിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അതിനേക്കാളൊക്കെ വലിയ സങ്കടമുണ്ട്. അത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നതല്ല, നമ്മുടെ വീട്ടുകാരെ കാണാത്തതുമല്ല. ഒരു പുരുഷൻ്റെ ഏറ്റവും വലിയ നിസ്സഹായാവസ്ഥ, ഒന്നുമാകാതെ, ഒരു പുരോഗതിയുമില്ലാതെ, പറയത്തക്കതായ ജോലിയില്ലാതെ, ഉള്ള ജോലിയിൽ മുമ്പോട്ട് എഴുമ്പേറ്റം ഇല്ലാണ്ട് വല്ലാത്തൊരവസ്ഥയിൽ സ്റ്റക്കായി പോവുക എന്ന് പറയുന്ന ഹൃദയവേദനയാണ് അല്ലേ? ഒരു ശരിയായ പുരുഷൻ ഈ പറഞ്ഞ പോലെ സില്ലിയായിട്ടുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അവൻ്റെ കരിയറിനാണ് എന്നുള്ളത് പണ്ട് മുതലേ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇനിയൊന്ന് നമ്മളിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ ആ സെൻറ്റൻസിന് ഒരു തിരുത്തു വരുത്തേണ്ടതുണ്ട്. ഒരു പുരുഷനെന്ന് മാത്രമല്ല, ഒരു പുരുഷനാണെങ്കിലും അതൊരു സ്ത്രീ ആണെങ്കിലും ആര് തന്നെയാണെങ്കിലും അയാളുടെ കരിയറിൽ ശോഭിക്കാതെ, അയാൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ കൂടുതലായി ചെയ്യാതെ, അയാൾ മറ്റ് കുറേ സില്ലി ഏരിയകളിൽ, അതായത് അയാളുടെ വ്യക്തിബന്ധത്തിൻ്റെ പാളിച്ചയിൽ ഇന്നയാൾ വിളിച്ചില്ലല്ലോ, ഇന്നയാൾ മെസ്സേജ് അയച്ചില്ലല്ലോ, ആ ആൾ മിണ്ടിയില്ലല്ലോ, ആളെന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ, അയാൾ അവിടെ നിന്ന് ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ ചിന്തിച്ച് സമയം കളയുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് കാര്യമുണ്ടെന്നേ, നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാനുണ്ടെന്നേ. നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ വളരുന്നത് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളുമില്ല. അത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. നിങ്ങൾ ആരെയും കാണിക്കാനായി വളരണ്ട. എത്രയും വേഗം ചെയ്യേണ്ടത് ഈ സ്റ്റക്കായി നിൽക്കുന്നിടത്തുനിന്ന് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ അവനവൻ്റെ വരുമാന മാർഗം കണ്ടെത്തുക, കണ്ടെത്തിയവർ അത് സ്ട്രോങ് ആക്കുക, അത് ഇരട്ടിപ്പിക്കുക, പരമാവധി നിങ്ങളുടെ കരിയറിലേക്ക് നിങ്ങൾ കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് നിൽക്കുന്നില്ലേ? അയ്യോ എന്നെ കളഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുന്നില്ലേ? പൈസ ഉണ്ടായി കാണിച്ചു കൊടുത്തേ, ഇരട്ടി വേഗത്തിൽ തിരിച്ചു വരും. ഇനി അഥവാ തിരിച്ചു വന്നില്ലെങ്കിലും നിങ്ങളിലേക്കുള്ളത് നിങ്ങൾക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും.